ഞാനും ജയശ്രീയും തമ്മിൽ ഡേറ്റ് ചെയ്യാന്നാണ്. 2 വർഷത്തിൽ കൂടുതൽ ഡേറ്റ് ചെയ്തെന്ന് പറഞ്ഞാൽ ലൈംഗികമായ ബന്ധങ്ങളിലും ഏർപ്പെട്ടിട്ട് തന്നെയാണ് ഡേറ്റ് ചെയ്തിട്ടുള്ളത്. നമ്മൾ പ്രണയം എന്ന് പറയുന്ന സംസ്കൃതമാണെന്ന് അറിയെങ്കിലും വേണം, സ്നേഹം എന്ന് പറയുന്ന സംസ്കൃതമാണെന്ന് അറിയണം. ഈ സംസ്കൃതം കേരളത്തിലോട്ട് വരുന്നതിന് മുമ്പേ ആരെങ്കിലും ഒക്കെ പ്രണയിച്ചിട്ടുണ്ടാവുമല്ലോ. നമുക്ക് ആകെ ഒരു വാക്യമുള്ളൂ മലയാളിക്ക്, അത് ഇഷ്ടമാണ്. അത് മാങ്ങായും ഇഷ്ടമാണ്, തേങ്ങായും ഇഷ്ടമാണ്, ചക്കയും ഇഷ്ടമാണ്, അവളെ ഇഷ്ടമാണ്, ഇവനെ ഇഷ്ടമാണെന്ന് പറയുന്ന ഇഷ്ടം മാത്രം അത്രയും ചെറിയ ഒരു വാക്കിനകത്ത് നമ്മൾ ഒരുവിധമുള്ള എല്ലാ സാധനത്തിനെയും ചേർത്തിട്ടുള്ളത്. അത്രയും പേരന്റിങ് മലയാളം പറ വളർത്തുക എന്ന് പറഞ്ഞാൽ പശുവിനെ വളർത്തും. പശുവിനെ വളർത്തുമ്പോൾ പേരന്റിങ് എന്ന് പറയുമോ? അതാണ് അതിന്റെ വ്യത്യാസം. പറ, സ്ത്രീകൾ വെറുതെ റോഡിന്റെ സൈഡിൽ നിന്നാൽ മതി, എന്നും റോഡിന്റെ സൈഡിൽ ഒരു സ്ത്രീ നിന്നാൽ മതി, പുരുഷന്മാരെ ഇഷ്ടങ്ങൾ വരും. അത് അണ്ടം ഒന്നേ ഉള്ളു, ബീജം ഒത്തിരി ഉണ്ടെന്നുള്ളതാണ്. പുരുഷന് ബലം ഉണ്ടായത് കുടുംബം അധ്വാനിച്ച് പുലർത്താനല്ല, തമ്മിലടിച്ച് ചാകാനാണ്. ഒരണ്ടമേ ഉള്ളു സ്ത്രീക്ക് ഒരു മാസം. പുരുഷന്മാർക്ക് ഒരു ദിവസം ലക്ഷക്കണക്കിന് ബീജമുള്ളവരാ. അവരെ ലോകത്തുണ്ടായിട്ടിരിക്കുന്നത് മരിക്കുന്നത് വരെ ഇഷ്ടം പോലെ ഓടി നടന്ന് പിള്ളേരെ ഉണ്ടാക്കാൻ വേണ്ടിയാ. മൈത്രൻ ഈ ജയശ്രീ ടീച്ചറുടെ കൂടെ നിൽക്കുന്ന ഒരു 2 വർഷം മുന്നേ പ്രണയിച്ചിട്ടായിരുന്നു ഒന്നിച്ച് നിന്നിട്ടുണ്ടായിരുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു സമയത്ത് അത് പ്രണയമാണെന്ന് തിരിച്ചറിവ് കൊണ്ടാണോ ആ ഒരു 20 വർഷം വരെ കണ്ടിന്യൂ ചെയ്തു പോയത്? കണിശമായിട്ടുമാണ്. ഞാനും ജയശ്രീയും തമ്മിൽ ഡേറ്റ് ചെയ്യാന്നാണ്. 2 വർഷത്തിൽ കൂടുതൽ ഡേറ്റ് ചെയ്തെന്ന് പറഞ്ഞാൽ ലൈംഗികമായ ബന്ധങ്ങളിലും ഏർപ്പെട്ടിട്ട് തന്നെയാണ് ഡേറ്റ് ചെയ്തിട്ടുള്ളത്. ഞങ്ങൾക്ക് തമ്മിൽ ചേർന്ന് ജീവിക്കാൻ പറ്റുമെന്ന് പരിപൂർണ ബോധ്യമായതിനു ശേഷമാണ് ഞങ്ങൾ ജീവിച്ചത്. ഉത്തരവാദിത്തമുള്ളവരായിരിക്കും ഡേറ്റ് ചെയ്യുന്നവര്, ഉത്തരവാദിത്വം എടുക്കാൻ കഴിവുള്ളവരായ കണ്ടു. ഇതങ്ങനല്ല. ഡാം കെട്ടി നിർത്തിയിരിക്കുന്ന പോലെ ആളുകളെ നിർത്തി യാതൊരു സ്വാതന്ത്ര്യവും ഇല്ലാതെ വളർത്തി, എന്നിട്ട് അവർക്ക് പ്രണയിക്കാൻ അറിയില്ല. ഒരാളോട്, അപ്പുറത്തിരിക്കുന്ന ആളോട് മര്യാദയ്ക്ക് പെരുമാറാൻ അറിയില്ല, അവരോട് കൺസേണോട് പെരുമാറാൻ അറിഞ്ഞൂല. ഇതൊക്കെ നമുക്ക് അറിയണ്ടേ? നമ്മൾ തിരഞ്ഞെടുക്കുന്ന ആള് നമ്മളോട് കൺസേണോട്, നമ്മളോട് ഇഷ്ടം തോന്നി, നമ്മളെ അവരിൽ നിന്ന് മുന്നേ നിർത്തി അവരോട് പെരുമാറേണ്ടതുണ്ട്. ആ തരത്തിലുള്ള ഇപ്പൊ കൺസേൺ എന്നുള്ള വാക്കിന് നല്ലൊരു മലയാളം ഞാൻ നോക്കിയിട്ട് കിട്ടുന്നില്ല. എന്താണ്, നിങ്ങൾക്ക് എന്തെങ്കിലും ഓർമ്മ വരുന്നുണ്ടോ? കൺസേൺ ഉള്ള അതാണ് നമുക്ക് ഇങ്ങനെ പറയുമ്പോഴാണ് നമ്മൾ ഈ കുഴയുന്നത്. കാരണം ഇങ്ങനത്തെ വാക്കുകൾ തന്നെ നമുക്ക് ഇതിനകത്തില്ല. ഇപ്പൊ മലയാളികൾക്ക് നമ്മൾ പ്രണയം എന്ന് പറയുന്ന സംസ്കൃതമാണെന്ന് അറിയെങ്കിലും വേണം, സ്നേഹം എന്ന് പറയുന്ന സംസ്കൃതമാണെന്ന് അറിയണം. ഈ സംസ്കൃതം കേരളത്തിലോട്ട് വരുന്നതിന് മുമ്പേ ആരെങ്കിലും ഒക്കെ പ്രണയിച്ചിട്ടുണ്ടാവുമല്ലോ. നമുക്ക് ആകെ ഒരു വാക്യമുള്ളൂ മലയാളിക്ക്, അത് ഇഷ്ടമാണ്. അത് മാങ്ങായും ഇഷ്ടമാണ്, തേങ്ങായും ഇഷ്ടമാണ്, ചക്കയും ഇഷ്ടമാണ്, അവളെ ഇഷ്ടമാണ്, ഇവനെ ഇഷ്ടമാണെന്ന് പറയുന്ന ഇഷ്ടം മാത്രം അത്രയും ചെറിയ ഒരു വാക്കിനകത്ത് നമ്മൾ ഒരുവിധമുള്ള എല്ലാ സാധനത്തിനെയും ചേർത്തിട്ടുള്ളത്. അത്രയും സാംസ്കാരികമായ ഒരു ഉൽപ്പന്നം അവിടെ ഉണ്ടായിട്ടുള്ളൂ. നമ്മൾ ഈ പറയുന്ന വാക്കുകളൊക്കെ ഇല്ലാതായി പോകുന്നത് അതുകൊണ്ടാണ്. നമ്മളിതൊന്നും ഈ പണികളിലൊന്നും ഏർപ്പെട്ടിട്ടില്ല. എനിക്ക് നിന്നെ ഇഷ്ടമാ എന്ന് പറഞ്ഞാൽ കഴിഞ്ഞു. അതുകൊണ്ടാണ് അപ്പുറത്തിരിക്കുന്ന ആളിനോട് ഇഷ്ടത്തോടെ പെരുമാറാനായിട്ട്, ആ ഇഷ്ടം പ്രകടിപ്പിക്കുമ്പോൾ അവരെ കെയർ ചെയ്യുക എന്ന് നമ്മൾ പറയുമ്പോൾ പരിചരണം എന്നുള്ള വാക്കാണ് നമുക്ക് ആകെ അറിയാം. ഈ പരിചരണം എന്ന് പറയുന്നത് ആശുപത്രിക്കാരെന്തോ ചെയ്യുന്ന, നഴ്സുമാർ ചെയ്യുന്ന ഒരു കാര്യമായിട്ടാണ് നമ്മൾ അനുഭവിക്കുന്നത്. അപ്പൊ നമുക്ക് അപ്പുറത്തിരിക്കുന്ന പ്രണയിക്കുന്നവരെ ഞാൻ പരിചരിച്ചു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആകെ ഇതെന്താണ്, ഇവന്റെ പണിയാണോ, ഇവൻ എന്താ ജോലിക്ക് പോവുകയാണോ എന്നൊക്കെ ചോദിച്ചു പോകത്തില്ലേ. എന്താണ് ഈ കൺസേൺ ഉള്ള ആളാകുക, കെയറോടെ പെരുമാറുക എന്ന് പറയുമ്പോൾ ശ്രദ്ധാലു എന്നാണ്. ശ്രദ്ധാലു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ തന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം പഠിക്കാൻ പോയ ആരണ്ടര കാര്യമായിട്ടാണ് നമുക്കറിയാവുന്നത്. ശ്രദ്ധാവാൻ ലഭതേ ജ്ഞാനം എന്നൊക്കെ പഠിപ്പിക്കുന്നത് ശ്രദ്ധ എന്നതാണ്. ഇതുകൊണ്ടാണ് ഞാൻ ഈ പറയുന്നത് കെയർ എന്ന് പറഞ്ഞാൽ, ശരിക്കും പറഞ്ഞാൽ അമ്മയും അച്ഛനും കുട്ടികളെ വളർത്തുന്നു എന്ന് പറയുന്നതിനൊരു വാക്ക് നോക്കില്ല. നോക്ക്, പേരന്റിങ് മലയാളം പറ. വളർത്തുക എന്ന് പറഞ്ഞാൽ പശുവിനെ വളർത്തും. പശുവിനെ വളർത്തുമ്പോൾ പേരന്റിങ് എന്ന് പറയുമോ? അതാണ് അതിന്റെ വ്യത്യാസം. പറ. ഇതൊക്കെയാണ് നമ്മളിങ്ങനെ പറയുമ്പോ നമുക്കെന്തോ വലിയ പാരമ്പര്യമായി ഇവിടെ എല്ലാവരും ഇതൊക്കെ അല്ല, ആ പേരന്റിങ്ങിലെ നമ്മൾ പറയാം. ഇപ്പൊ ഞാനീ പറയുന്നത് ഇതുപോലെ 2 വ്യക്തികൾ പരസ്പരം നന്നായി പെരുമാറുന്നതിന് ആവശ്യമായിട്ടുള്ള നല്ല വാക്കുകൾ പോലും ഉത്പാദിപ്പിച്ചിട്ടില്ലാത്തതുകൊണ്ടാണ് ഞാൻ അങ്ങനത്തെ പ്രണയം ഉണ്ടെന്ന് വിചാരിക്കാത്തത്. പ്രണയം നമ്മൾ കടമെടുത്ത വാക്കാണ്, സ്നേഹം നമ്മൾ കടമെടുത്ത വാക്കാണ്. നമുക്ക് ഞാൻ പറഞ്ഞാൽ ആകെ ഉള്ളത് ഇഷ്ടമേ ഉള്ളൂ. നിനക്ക് എന്നെ ഇഷ്ടമാണോ എന്ന് അങ്ങോട്ട് തന്നെ ഒരു പെണ്ണിനോട് ഒരു പുരുഷൻ ചോദിക്കുന്ന വാക്കിനകത്താണ് നിനക്ക് എന്നെ ഇഷ്ടമാണോ എന്ന് ചോദിക്കുന്നത്. അല്ല പെണ്ണുങ്ങൾ എനിക്ക് നിന്നെ ഇഷ്ടമാണ് എന്ന് പറഞ്ഞ് തുടങ്ങുന്നതിനെ പറ്റി പോലും ആളുകൾ ആലോചിക്കുന്നില്ല. ഒരാളിപ്പോൾ ഒരു പെൺകുട്ടി ഒരാൾ തന്നെ എനിക്ക് ഇഷ്ടമായി എന്ന് പറഞ്ഞ് തുടങ്ങിയാൽ തന്നെ അവൻ സബ്ജക്റ്റ് അല്ല ഒബ്ജക്റ്റ് ആയി എന്നുള്ളത് അനുഭവിച്ച് വിഷമിക്കുന്ന ആളായിട്ട് മാറും. പെൺകുട്ടിയോട് പുരുഷൻ പറയുമ്പോൾ കുഴപ്പമൊന്നുമില്ല. പക്ഷെ അതേ വരി സ്ത്രീ പുരുഷനോട് പറഞ്ഞ അപ്പം
അവൻ്റെ ഇനിഷ്യേറ്റീവ് നഷ്ടപ്പെട്ടതായിട്ടും അയാൾ ഒബ്ജക്റ്റായിട്ടും അനുഭവിക്കുന്ന കാരണം കൊണ്ട് മുഴുവൻ സമയവും സബ്ജക്റ്റീവായി, മുഴുവൻ സമയവും ഞാനാണ് ഈ നാട് നടത്തുന്നതെന്ന ബോധത്തോടെ ഇരിക്കുന്നത്, അല്ലാതെ രണ്ടുപേര് തമ്മിൽ നടത്തുന്ന ഒരു പ്രവൃത്തിയായിട്ട് പ്രണയമൊന്നും കേരളത്തിൽ ആരംഭിച്ചിട്ടില്ല. മൈത്രൻ ഈ 20 ഇയേഴ്സിന്റെ ജേണിയിൽ, ജയശ്രീ ടീച്ചറായിട്ടുണ്ടായ ജേണിയിൽ അതിനിടയിൽ ആരോടെങ്കിലും ഇഷ്ടം തോന്നിയിട്ടുണ്ടായിരുന്നോ? പലരോടും ഇഷ്ടം തോന്നിയിട്ടുണ്ട്, പക്ഷെ അതൊന്നും തന്നെ ഞാൻ എൻ്റർടൈൻ ചെയ്തിട്ടില്ല. അത് ഞാനും ജയശ്രീ നമ്മൾ ഉണ്ടാക്കിയ കരാറിനകത്ത് കുട്ടിയെ വളർത്തി തീർന്നത് വരെ പുരുഷന്മാരുടെ സ്ഥിരം പണിയാണ് വേറെ ആൾക്കാരുടെ കൂടെ പോകാന്നുള്ളത്. അത് ഞാൻ സ്വയം നിയന്ത്രിച്ചതാണ്. വേറെ ആളുകൾ അതേ സമയത്ത് പ്രണയം ഉണ്ടാകുകയും അത് വേണ്ടാന്ന് തീരുമാനിക്കുകയും നമ്മുടെ ആവശ്യം കൊണ്ട് മാത്രം ചെയ്താൽ മതി. തെറ്റായതുകൊണ്ടല്ല. തെറ്റും ശരിയുടെ യുക്തികൾ രണ്ടുപേര് മാത്രം ഇണചേർന്ന് ജീവിച്ചാൽ മതിയെന്ന് സാമൂഹികമായി കുട്ടിയെ വളർത്തുന്ന ആവശ്യത്തിന് പറഞ്ഞിട്ടുള്ളതാണ്, അല്ലാതെ ഈ രണ്ട് ഇണകളുടെ ആവശ്യമായിട്ട് ബന്ധപ്പെട്ടല്ല. അപ്പൊ വേറെ ആൾക്കാരോട് നമുക്ക് പ്രണയം തോന്നുമ്പോൾ ആ പ്രണയം നമ്മൾ പരിപോഷിപ്പിച്ചാൽ നമുക്ക് രണ്ട് കാര്യം മറ്റൊരാൾ നമ്മുടെ കൂടെ ഉള്ളവരോട് ചെയ്യാൻ പറ്റത്തില്ല. ഒന്ന്, അവർക്ക് കൊടുക്കേണ്ട ടൈം, സമയമുണ്ട്. 24 മണിക്കൂറേ ലോകത്തുള്ളൂ. അതിനകത്ത് ഉറങ്ങി കഴിഞ്ഞ് 8 മണിക്കൂർ കഴിഞ്ഞാൽ ബാക്കിയുള്ള 16 മണിക്കൂറിനകത്ത് പണിയെടുത്ത് കഴിഞ്ഞിട്ടുള്ള സമയത്താണല്ലോ പ്രണയമൊക്കെ നടക്കുള്ളൂ. അത്രയും സമയത്തിനകത്തെ സമയം കൊടുക്കാനും അറ്റൻഷൻ എന്ന് പറയുന്നത്, അവിടെയാണ് നമ്മൾ അറ്റൻഷൻ എന്ന് പറയുന്നത് വീണ്ടും ശ്രദ്ധ എന്നുള്ള വാക്കേ നമുക്കുള്ളൂ. ഇത് രണ്ടും കൊടുക്കുക എന്ന് പറയുന്നത് ഒരാള് റിസോഴ്സസ്, വിഭവങ്ങൾ ഉൽപ്പാദിപ്പിക്കുകയാണെങ്കിൽ അതും മറ്റൊരാൾക്ക് കൊടുക്കാൻ ബാധ്യത വരും. അപ്പോൾ ഈ ആദ്യത്തെ റിലേഷൻഷിപ്പിനകത്ത് സമയവും ശ്രദ്ധയും വിഭവവും ഈ 3 സാധനവും പങ്കുവയ്ക്കപ്പെട്ടു. ഇത് ഈ വളർത്തുന്ന കുഞ്ഞിനോട് നമുക്ക് നീതിയോടെ പെരുമാറാൻ കഴിയാതാക്കുന്ന ഒന്നാണ്. ഇനി വിഭവം ധാരാളമുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ വിഭവം കുഴപ്പമില്ല. കാരണം ഇപ്പോൾ ഒരു 10 കട്ടിൽ മേടിച്ചാൽ ഒരു കട്ടിലല്ലേ നമ്മൾ കിടക്കത്തുള്ളൂ എന്ന് അറിയുന്നതുകൊണ്ട് വിഭവത്തിന് പരിമിതി ഒരാളുടെ ആവശ്യം കൊണ്ട് തീരും. അതുകൊണ്ടാണ് പണ്ട് രാജാക്കന്മാർക്ക് 100 കണക്കിന് ഭാര്യമാരുണ്ടായിരുന്നത്. കാരണം അവർക്ക് ഇഷ്ടംപോലെ വിഭവമുണ്ട്. പക്ഷെ ആ സമയത്തും അറ്റൻഷനും സമയവും കൊടുക്കാൻ പറ്റത്തില്ല. അത് ലോകത്ത് ഏത് രാജാവായാലും പറ്റത്തില്ല. കാരണം 24 മണിക്കൂർ എന്ന് പറയുന്ന അയാളെ കണ്ടുള്ളതല്ല. റിസോഴ്സ് മാത്രമാണ് പണ്ട് ഒരു പുരുഷന് ധാരാളം സമ്പാദിച്ചിട്ട് പല ഇണകളും ഒത്ത് ജീവിക്കാൻ കഴിയുമ്പോഴേ, പക്ഷെ ആർക്കും കൊടുക്കാൻ കഴിയാത്തതായിട്ടുള്ള 2 കാര്യമാണ് ശ്രദ്ധയും സമയവും. ഇത് പങ്കുവെക്കാൻ ബാധ്യത വരും. അപ്പോൾ ആ ആദ്യത്തെ റിലേഷൻഷിപ്പ് നമുക്ക് പരിപോഷിപ്പിച്ചു കൊണ്ടുപോകാനൊക്കത്തില്ല, വളർത്താനൊക്കത്തില്ല. അതിനെ വെള്ളവും വളവും കൊടുത്ത് നിലനിർത്തേണ്ടതുണ്ട്. ഇത് സമയവും ശ്രദ്ധയും കൊടുക്കാൻ കഴിയാതിരിക്കുന്നതുകൊണ്ടാണ്, അത് തിരിച്ചറിഞ്ഞുകൊണ്ടാണ് ഞാൻ കുട്ടി വളർന്ന് 18 വയസ്സാകുന്നത് വരെ ഒരു അടുത്ത് വേറൊരു ഇണയോട് ഇഷ്ടം തോന്നിയാലും അത് വികസിപ്പിച്ചിട്ടില്ല. 20 വർഷവും ഞാൻ അങ്ങനെ തന്നെയായിരുന്നു. പക്ഷെ വേറൊരാളോട് ഇത് തോന്നിയാൽ അവരുമായിട്ട് ബന്ധം ഉണ്ടാക്കേണ്ടത് തെറ്റായെന്ന് വിചാരിച്ചോണ്ടല്ല, ഇതിനകത്ത് കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യേണ്ട ആവശ്യമുള്ളതെന്ന് അറിയുന്നതുകൊണ്ട് മാത്രം. അതുകൊണ്ട് ഞാനത് ചെയ്യാതിരുന്നത്. അത് പുരുഷനായിരിക്കുന്നവന് കൂടുതൽ ഉത്തരവാദിത്തത്തോടെ ഈ കാര്യത്തിനകത്ത് പെരുമാറണമെന്നുള്ള എൻ്റെ തിരിച്ചറിവ് കൊണ്ടാണ് ഞാനത് ചെയ്യാതിരുന്നത്. ജയശ്രീ വേറെ ആൾക്കാരെ പ്രണയിച്ചിട്ടുണ്ടെന്ന് ജയശ്രീ തന്നെ പറയുന്നുണ്ട്. അത് തെറ്റായതുകൊണ്ടൊന്നുമല്ല. അങ്ങനെ പ്രണയം തോന്നും, പ്രണയം നിലനിർത്തുന്നതുകൊണ്ട് ഒരു കുഴപ്പമില്ല. അത് തെറ്റേ അല്ല. നമ്മൾ അത് തെറ്റാണെന്ന് വിചാരിക്കുന്ന പണ്ട് കാലത്ത് എൻ്റെ കുട്ടി തന്നെ ഉണ്ടാകണമെന്ന് ജനിതകമായിട്ടുള്ള നമ്മുടെ ഒരു വികാരം കൊണ്ടാണ് അത് തെറ്റാണെന്ന് പറയുന്നത്. അല്ലാതെ നിങ്ങൾ ഒരാളെ പ്രണയിച്ചാൽ ലോകത്ത് ആറ്റം ബോംബിടുന്ന പണിയൊന്നും അല്ലല്ലോ, കത്തി കൊണ്ട് കുത്തുന്ന ഒന്നും അല്ലല്ലോ. മറ്റൊരാൾക്ക് ദ്രോഹകരമായ എന്താണ് അതിനകത്തുള്ളത്? മൂന്നാമതൊരാൾക്ക് ഈ പറയുന്ന ഇമോഷണലായി നമ്മുടെ ആളാണ്, എൻ്റേതാണ് എന്ന് വിചാരിക്കുന്നത് വഴി ഉണ്ടായ ഒരു ദുഃഖം ഒരാൾക്കുണ്ടാകുന്നത് ഒഴിച്ച് ലോകത്തിന് ദ്രോഹമുള്ള ഒരു പ്രവൃത്തിയും 2 പേര് തമ്മിൽ പ്രണയിക്കുമ്പോൾ ഇല്ലെന്ന് നമ്മൾ അറിയണം. അതുകൊണ്ടാണ് അത് അങ്ങനത്തെ തെറ്റൊന്നുമല്ല. ഒരാളെ ഞാൻ പിച്ചാത്തി എടുത്ത് കുത്തുന്നത് പോലുള്ള ഒരു പ്രവൃത്തിയല്ല, അത് അതിനകത്തില്ല. മനസ്സിലാക്കിയാൽ പൊറുക്കാനും മറക്കാനും പറ്റുന്ന കാര്യം മാത്രമാണ്. ഒരേ ആളിന് തന്നെ. അതുകൊണ്ടാണ് ഇപ്പം പഴയ ശ്രീരാമന്റെ അച്ഛന് 3 ഭാര്യമാരില്ലേ. എൻ്റെ മകന് തന്നെ രാജ്യം കൊടുക്കണമെന്ന് പറഞ്ഞപ്പോഴാണ് സംഘർഷം ഉണ്ടായത്. അതുവരെ അവരെല്ലാവരും 3 പേരും അവിടെ തന്നെ കഴിഞ്ഞുകൊണ്ടിരുന്നല്ലേ. രാജാവിന് റിസോഴ്സ് ഉണ്ട്. അപ്പോഴും ഞാൻ പറയുന്ന സമയം കൃത്യമായിട്ട് കൊടുക്കാനൊക്കത്തില്ല. കൈകൈയോട് കൂടുതൽ അടുപ്പം ഉണ്ട് എന്നുള്ള കാര്യം സത്യത്തിൽ അവിടെ നിലനിൽക്കുന്നുണ്ട്. ഒന്നാമത്തെ ആളിനെ പട്ടമഹിഷി ആക്കിയത് കൊണ്ട് മാത്രം അയാളുടെ മകന് രാജ്യം കൊടുക്കേണ്ടി വന്നത്.
ഇതൊക്കെ നമ്മൾ സൂക്ഷിച്ച് നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇഷ്ടം 10 ഭാര്യമാരുള്ള ഒരു 300 ഭാര്യമാരായിരുന്നു രാജാക്കന്മാർക്കൊക്കെ ഉണ്ടായിരുന്നു. രാജാവിനെ ഒരു വീട്ടിലേക്ക് വരുത്താനായിട്ട് ഓരോ ആളും ദിവസവും അവിടെ കോമ്പറ്റീഷനാണ്. സ്ത്രീകൾ കോമ്പറ്റീഷനിൽ വരുന്നത് പുരുഷന്മാർ നിർമ്മിച്ച ഒരു ലോകം കൊണ്ടാകും. മറ്റേതങ്ങനല്ല. സ്ത്രീകൾ വെറുതെ റോഡിന്റെ സൈഡിൽ നിന്നാൽ മതി. എന്നും റോഡിന്റെ സൈഡിൽ ഒരു സ്ത്രീ നിന്നാൽ മതി, പുരുഷന്മാർ ഇഷ്ടം പോലെ വരും. അത് അണ്ടം ഒന്നേ ഉള്ളൂ, ബീജം ഒത്തിരി ഉണ്ടെന്നുള്ളതുകൊണ്ട്. ഇതൊക്കെ നമ്മൾ അങ്ങനെ മനസ്സിലാക്കേണ്ടതാണ്, ബയോളജി അറിയേണ്ടതുണ്ട് എന്തുകൊണ്ടാണ് ഇതൊക്കെ സംഭവിച്ചതെന്നുള്ളത്. മനുഷ്യൻ മോണോഗമി ആണോ? മനുഷ്യൻ മോണോഗമസ് അല്ല, സീരിയൽ മോണോഗമസ് ആണ്, അത്രേ ഉള്ളൂ. പോളിഗമസ് ആണ് നമ്മൾ. അതെന്തുകൊണ്ട് അങ്ങനെ ഒരു? നമ്മൾ ഇഷ്ടംപോലെ ബീജമുള്ള പുരുഷനാണ്. അത് തന്നെയാണ് പുരുഷനല്ല, മനുഷ്യൻ മീൻസ് മനുഷ്യൻ എന്ന് പറയും. പുരുഷൻ മോണോഗമിയായിട്ട് ഇരിക്കാനൊക്കെ എത്തുമ്പോൾ മനുഷ്യരൊക്കെ അങ്ങനെ മനുഷ്യനും പുരുഷനും 2 പപ്പാതിയുള്ളതല്ലേ. അതായത് ലേഡീസും അതുപോലെ മെയിലും രണ്ടുപേരും. മോണോഗമി എന്ന് പറയുന്നത് ഇൻസ്റ്റിറ്റ്യൂട്ട് ചെയ്തതാണ്. അത് നമ്മൾ ഈ പ്രണയവുമായോ ഈ 2 വ്യക്തികളുമായോ ഉണ്ടായതല്ല. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, പുരുഷനെയാണ് വിവാഹം കഴിപ്പിക്കുന്നത്. കുട്ടികളെ വളർത്തുക എന്ന് പറയുന്ന പണി പുരുഷന്മാർ ഒരിക്കലും ചെയ്യില്ല. പുരുഷന്മാർ കുട്ടികളെ ഉണ്ടാക്കുകയുള്ളൂ. അവർ മരിക്കുന്നത് വരെ കുട്ടികളെ ഉണ്ടാക്കാൻ കഴിവുള്ളവരാ. സ്ത്രീകളോ 45-50 വയസ്സിനകത്ത് പണി തീരും. അതെന്താണെന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ട്? ഒരണ്ടമേ ഉള്ളു സ്ത്രീക്ക് ഒരു മാസം. പുരുഷന്മാർക്ക് ഒരു ദിവസം ലക്ഷക്കണക്കിന് ബീജമുള്ളവരാ. അവരെ ലോകത്തുണ്ടായിട്ടിരിക്കുന്നത് മരിക്കുന്നത് വരെ ഇഷ്ടം പോലെ ഓടി നടന്ന് പിള്ളേരെ ഉണ്ടാക്കാൻ വേണ്ടിയാ. പുരുഷന്മാർ തമ്മിലുള്ള പൊരുതല്, അവർ തമ്മിൽ ഈ ബീജം ഇഷ്ടംപോലെ ഉള്ള പുരുഷന്മാർ ഇഷ്ടം പോലെ ഉള്ളതുകൊണ്ട് അവർ തമ്മിൽ അടിക്കാൻ വേണ്ടിയാണ്, കോമ്പറ്റീഷനകത്ത് വിജയിച്ച് നിൽക്കാൻ വേണ്ടിയാണ് ബലം ഉണ്ടായത്. പുരുഷന് ബലം ഉണ്ടായത് കുടുംബം അധ്വാനിച്ച് പുലർത്താനല്ല, തമ്മിലടിച്ച് ചാകാനാണ്. ലോകത്തുള്ള എല്ലാ പുരുഷ ജീവികളെ നോക്കിയാൽ മതി നമ്മളെന്താ ഇങ്ങനെ പെരുമാറുന്നതെന്ന് കാണാൻ പറ്റും. അതുകൊണ്ട് ബലമുള്ള പുരുഷൻ അവിടെ വന്ന് നിൽക്കുന്നു എന്നുള്ളതല്ലാതെ അവനെ ഒരു പെണ്ണ് ഇഷ്ടപ്പെടുന്നത് അവൻ ഈ തരത്തില് മെച്ചപ്പെട്ട ആളാണെന്ന് മറ്റുള്ളവരെ തോപ്പിച്ച് നിന്നാൽ മാത്രമേ സ്ത്രീകൾ തിരഞ്ഞെടുക്കൂ. അത് തമ്മിലിടിക്കാത്ത ജീവികളാണെങ്കിലോ അവിടെ നമ്മൾ നോക്കിയാൽ മതി. കിളികളായാലും ഒക്കെ നോക്കിയാൽ മതി. സ്ത്രീകളെ ഇണക്കുന്ന പുരുഷനേ ഉള്ളൂ. സ്ത്രീകൾ ഒരുങ്ങാറ് പോലും ഇല്ല. എപ്പോഴെങ്കിലും നിങ്ങൾ കണ്ടിട്ടുണ്ടോ പെൺമാനിന് കൊമ്പും സാധനവും ഇതൊന്നും ഇല്ല. 2 പുരുഷന്മാർ തമ്മിൽ എപ്പോഴും കുത്തിക്കൊണ്ടിരിക്കുന്ന കാണാൻ പറ്റും. ആനകളെ തമ്മിൽ നമ്മൾ നോക്കിയാൽ മതി, സിംഹങ്ങളെ നോക്കിയാൽ മതി, വലിയ ഗൊറില്ല, ചിമ്പാൻസി എല്ലാത്തിനും നോക്കിയാൽ തമ്മിൽ അടിച്ചോണ്ടേയിരിക്കും. പുരുഷന്മാർ തമ്മിലാണ് അടി. അതുകൊണ്ടാണ് അവർക്ക് ബലം. സ്ത്രീകൾക്ക് ബലം ആവശ്യമില്ലാത്തതുകൊണ്ടാണ്. കാര്യമുണ്ട്, അവരുടെ മുട്ട തിരക്കി വരുന്ന പുരുഷൻ എപ്പോഴും അവിടെ ഉണ്ടാവും. അതുകൊണ്ടാണ് ഇതൊക്കെ നമ്മളിങ്ങനെ മനസ്സിലാക്കണ്ടേ. അതിൽ കൊള്ളാവുന്ന ആളിനോട് തോന്നുന്ന ഇഷ്ടത്തിനെയാണ് നമ്മൾ ഈ പറയുന്ന പ്രണയം എന്ന് പറയുന്നത്. അപ്പൊ ഒരുങ്ങി നിന്നിരുന്നത് മുഴുവൻ പുരുഷന്മാരായിരുന്നു. അത് സാമൂഹികമായി പുരുഷന്റെ രാജ്യമായി സമൂഹത്തിനെ മാറ്റി, ലോകത്തിനെ മാറ്റിയപ്പോഴാണ് അതൊരു കൃഷി തുടങ്ങിയതിന് ശേഷം ഉണ്ടായ ഒരു സംഭവമാണ്. 10,000 വർഷത്തിനകത്തുള്ളൊരു കാര്യമാണ്. അങ്ങനെ പുരുഷന്റെ ബലം വേറെ കാര്യങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുമെന്ന് കണ്ടുപിടിക്കുന്ന പുരുഷന്മാരുടെ എന്ന് പറഞ്ഞാൽ മറ്റു പുരുഷന്മാര് അടിമകളായി പുരുഷന്മാരെ പിടിക്കാൻ തുടങ്ങിയപ്പോൾ തൊട്ടാണ് പുരുഷ ബലം വേറെ കാര്യത്തിന് ഉപയോഗിക്കാൻ തുടങ്ങിയത്. അപ്പോഴാണ് പെരപണിയാനും കൃഷി ചെയ്യാനും തടി പിടിക്കാനായിട്ട് ഈ പുരുഷന്മാരെ മാറ്റിയത് കൊണ്ടാണ് പുരുഷ ബലത്തിന് പ്രാധാന്യം നൽകുന്ന പുരുഷൻ പ്രധാനമായ സമൂഹം രൂപപ്പെട്ടത്. അത് ഉപയോഗിക്കാനായിട്ട് അടിമകളാക്കി മാറ്റിയ പുരുഷന്മാരെ ഉപയോഗിക്കാൻ പറ്റുമെന്ന് കണ്ടുപിടിച്ച മറ്റു പുരുഷന്മാരെ ഇൻസ്റ്റിറ്റ്യൂട്ട് ചെയ്ത ഒരു മെക്കാനിസം കൊണ്ടാണ് നമ്മൾ ഇന്ന് പറയുന്ന പുരുഷന്മാരെ ഇണക്കുന്ന പെണ്ണുങ്ങളൊക്കെ ഉണ്ടാകുന്നത്. അങ്ങനെയാണ്. കാരണം സാമൂഹികമായ ബലവും അധികാരവും സ്വത്തും ഒക്കെ ഉണ്ടാക്കിയ പുരുഷന്മാരുണ്ടെങ്കിൽ കുട്ടികളെ വളർത്താൻ എളുപ്പമാണെന്ന്. അതുകൊണ്ടാണ് ഭാര്യമാരാകാൻ രാജാക്കന്മാര് പണക്കാരായിരിക്കുന്ന അറിയപ്പെടുന്നവരായിരിക്കുന്നവരുടെ എല്ലാം പുറകെ 100 കണക്കിന് സ്ത്രീകൾ പോകും. കാരണം അവരുടെ റിസോഴ്സസ് ഉള്ളവരുടെ കുട്ടിയെ ആണെന്നുണ്ടെങ്കിൽ കുട്ടിയെ വളർത്താൻ എളുപ്പമാണെന്ന് അവർക്ക് അറിയാവുന്നതുകൊണ്ടാണ്. ഈ ചേഞ്ച് ഒരു 10,000-നും ഒരു 5,000-നും ഇടയ്ക്ക് സംഭവിച്ചതാണ് വർഷങ്ങൾക്ക് മുമ്പ്. അതിനു മുമ്പ് സ്ത്രീകൾ വെറുതെ ഒരിടത്ത് ഇരുന്നാൽ മതി, പുരുഷന്മാർ വന്ന് തമ്മിലടിച്ചിട്ട് ഒരുത്തം വന്ന് ഇണക്കാൻ നോക്കും. അവൻ പല ഗിഫ്റ്റുമായിട്ട് വരും. കുയില് പാടുന്നത്, മയിൽ ആടുന്നത്, കുഞ്ചിരോമമായിട്ട് നടക്കുന്ന കുതിര ഉണ്ടാകുന്നത്, വലിയ കഴുത്തേലെ വലിയ പൂടയൊക്കെ ആയിട്ട് നിൽക്കുന്ന ആൺസിമുഖം ഉണ്ടാകുന്നത്, നെഞ്ചത്തൊക്കെ ഇടിച്ച് നിൽക്കുന്ന ഗൊറില്ല ഇതിലാണുണ്ടാകുന്നത്, സിൽവർ ബ്ലാക്ക് എന്ന് പറയുന്നതൊക്കെ മുഴുവൻ നിങ്ങൾ നോക്കിയാൽ മതി. അല്ലാതെ സ്ത്രീകൾ തമ്മിലൊരു കോമ്പറ്റീഷൻ ഇല്ല. സ്ത്രീകളുടെ അണ്ടം ഒന്നേ ഉള്ളൂ മാസം. അത്ര പ്രഷ്യസ് ആണ്. ഒരു ലിമിറ്റഡ് ആയിട്ട് നിങ്ങൾക്ക്
ഇപ്പൊ നിങ്ങൾ കുഞ്ഞായിരിക്കുമ്പോ തന്നെ, ഗർഭപാത്രത്തിൽ കുഞ്ഞായിരിക്കുമ്പോ തന്നെ എല്ലാ അണ്ടവും ഉണ്ട്. അത് മൂത്ത് പുറത്തോട്ട് വരുന്നേ ഉള്ളൂ. പുരുഷന്മാർക്ക് അങ്ങനെയല്ല, എല്ലാ ദിവസവും ഉണ്ടാക്കുന്നതാണ്, ലക്ഷക്കണക്കിന് ഉണ്ടാക്കുന്നത്. ഇതൊക്കെ ഞാനിത് പറയുന്നത് ഇതൊക്കെ മനസ്സിലാകാതെ ബയോളജി അറിഞ്ഞുകൂടാത്തതുകൊണ്ടാണ് നമ്മൾ ഈ സാമൂഹികമായി ഇങ്ങനെ നിൽക്കുന്ന മനുഷ്യരെ പറ്റി മാത്രം വിചാരിക്കും ഇവരെന്താ ഇങ്ങനെ പെരുമാറുന്നതെന്നുള്ളതാണ് കൺഫ്യൂഷൻ ഉണ്ടാകുന്നത്.